രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഭീകരാക്രമണത്തിന്റെ വാർത്തയിലേക്കാണ് വിശദമായി നമ്മൾ പോകുന്നത്. ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര മന്ത്രിസഭാ സമിതി യോഗം ചേരും. ഭീകരാക്രമണത്തിന് ശേഷമുള്ള സുരക്ഷാ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യും. സൗദി അറേബ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തി. 28 പേർക്കാണ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. കൊല്ലപ്പെട്ടവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനുമുണ്ട്. കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ രാമചന്ദ്രനെ മകളുടെ മുന്നിൽ വെച്ചാണ് സൈനിക വേഷത്തിലെത്തിയ ഭീകരവാദികൾ വെടിവെച്ച് കൊന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിഡൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാറും അതുപോലെ ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ഡൽഹിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും കൊച്ചിയിലെ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ വീട്ടിന് മുന്നിൽ നിന്ന് വിഷ്ണു സുരേഷും തത്സമയം ചേരുകയാണ്. ആദ്യം വിനീത വിജിയിലേക്ക്. വിനീത, തിരക്കിട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്. ഗുഡ് മോർണിംഗ് വിനീത. ഒരുപക്ഷെ രാജ്യം ഈ നിരപരാധികളായ ടൂറിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്ത് നിരപരാധികൾ കൊലപ്പെടുത്തിയ ഈ ഭീകരന്മാരുടെ നടപടിക്ക് തക്ക ശിക്ഷ കൊടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? ഈ കാര്യത്തിൽ പാകിസ്ഥാൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ബോധ്യമാണ്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം സൗദി അറേബ്യയിൽ പോയിരുന്നതാണ്. പക്ഷേ ഈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇതാ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഈ യോഗത്തിലായിരിക്കും മറ്റ് തുടർ നടപടികളടക്കം സ്വീകരിക്കുക. ഇപ്പോൾ തന്നെ ഈ പഹൽഗാം അടക്കം വലിയ സുരക്ഷാ വലയത്തിലാണ് കൂടുതൽ സൈന്യത്തെ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. വിവിധ മേഖലകളിലേക്കടക്കം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്നലെ ഈ ഭീകരാക്രമണം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് ആഭ്യന്തരമന്ത്രി അവിടെ എത്തുകയും ഇന്നലെ രാത്രിയോടുകൂടി അവിടെ പ്രത്യേക ഉന്നതതല യോഗം ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ പഹൽഗാം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ബൻസൻവാലി മേഖലയിലും പഹൽഗാമിലും വിവിധ മേഖലകളിലുമൊക്കെ ഈ സംയുക്ത സൈന്യത്തിന്റെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോഴും ആ വനമേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ തുടരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:40 കൂടിയാണ് ഈ ഭീകരാക്രമണം ഉണ്ടാവുന്നത്. ഈ തീർത്ഥാടനമൊക്കെ അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സാധാരണക്കാർക്ക് നേരെ ഇത്തരം ആക്രമണം ഉണ്ടാക്കുന്നതിലൂടെ വലിയൊരു ഭീതി സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യമെന്നും അറിയാൻ കഴിയുന്നു. ഏതാണ്ട് 7 സംഘം ഈ ഭീകരരുടെ 7 സംഘം അവിടെ എത്തി ഈ വെടിയുതിർത്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച NIA അന്വേഷിക്കും. NIAയുടെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പഹൽഗാമിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഇന്നലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല NIA ഏറ്റെടുത്തത്. 28 പേർക്കാണ് ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്നത്. മലയാളി ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒപ്പം തന്നെ ഒരു IB ഉദ്യോഗസ്ഥനുണ്ട്, നേവി ഉദ്യോഗസ്ഥനുണ്ട്. നേവി ഉദ്യോഗസ്ഥന് 26 വയസ്സ് മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ വലിയൊരു സന്തോഷത്തോടു കൂടി എത്തിയ ആളുകളാണ് ആ മേഖലയിൽ. ടൂറിസത്തിൻ്റെയും ഒക്കെ ഭാഗമായി എത്തിയ വിനോദസഞ്ചാരികളാണ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണ് ആ മേഖലയെ, പഹൽഗാമിലെ ആ മേഖലയെ വിശേഷിപ്പിച്ചിരുന്നത്. നിരവധി വിനോദസഞ്ചാരികൾ അവിടെ എത്തുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു മേഖല. അവിടെ ഏറ്റവും ക്ലോസ് റേഞ്ചിൽ നിന്നുകൊണ്ട് ഭീകരർ വെടിയുതിർക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആ മേഖലയിൽ നിന്നുള്ള പ്രാദേശിക സഹായം ലഭ്യമായിട്ടുണ്ടോ ഉൾപ്പെടെ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഏതാണെങ്കിലും ഈ ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ലോകരാജ്യങ്ങളടക്കം ഇന്ത്യക്കൊപ്പം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവർ അപലപിച്ചിട്ടുമുണ്ട്. ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം ഇനിയുള്ള മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം മറ്റ് തുടർ നടപടികളടക്കം ചർച്ച ചെയ്യും. വിനീത വൈജിയാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് തന്നത്.